എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ മുലയൂട്ടൽ വാരാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കൃത്യമായ അംഗനവാടി തലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ നടത്താനുള്ള ശ്രമമാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. ഒപ്പം തന്നെ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത്. അനുയോജ്യരായിട്ടുള്ള ഗുണഭോക്താക്കളെയാണ് ഈ 7 ദിവസക്കാലവും നമ്മൾ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കേണ്ടത്. അതിൽ തന്നെ പ്രധാനമായിട്ടും മുൻഗണന കൊടുക്കേണ്ടത് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെയാണ്. അവരെ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ 7 ദിവസ കാലയളവിൽ ഏറ്റവും മുൻഗണന കൊടുത്ത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്സ് അഥവാ സാമൂഹികാധിഷ്ഠിത പരിപാടി എന്ന് പറയുന്നത്. കൃത്യമായ വിഷയവും തീയതിയും എല്ലാം തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ മാസത്തിലെ തുടക്കമായതുകൊണ്ട് തന്നെ പല സെൻറ്ററുകളിലും സെക്ടറുകളിലും ഒക്കെ തന്നെ സെക്ടർ മീറ്റിംഗ് നടക്കുന്ന തിരക്കായിരിക്കും. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസം നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയം തന്നെ ആയത് പ്രകാരം CB നിർബന്ധമായിട്ടും പൂർത്തിയാക്കുക. ഇത്തരത്തിൽ CB സംഘടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ പോർഷൻ ട്രാക്കറിലേക്ക് കൂടി എൻട്രി വരുത്തണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അനുവദിച്ചു വരുന്ന തുക മുടക്കം കൂടാതെ ലഭിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഇതിൻ്റെ എല്ലാം ഫോട്ടോ സഹിതം റിപ്പോർട്ടുകൾ നിങ്ങൾ ഓഫീസിലേക്ക് കൂടി ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന 3-ാം തീയതി, അതായത് 3-ാമത്തെ പ്രവർത്തനമായിട്ട് നമ്മൾ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ് ഇനി വിശദീകരിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. ഗുണഭോക്താക്കൾക്ക് നൽകുന്ന പോസ്റ്റർ തയ്യാറാക്കൽ പ്രവർത്തനമാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി അതേ പ്രകാരം തന്നെ നിങ്ങളുടെ ഗുണഭോക്താക്കളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ലോക മുലയൂട്ടൽ വാരാചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഓഗസ്റ്റ് 3-ന് അംഗനവാടിയിൽ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ബോധവൽക്കരണ പോസ്റ്ററുകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. പോസ്റ്ററുകളിൽ മുലയൂട്ടലിൻ്റെ പ്രാധാന്യം, ജനനം മുതൽ ആദ്യ 6 മാസം വരെ സമ്പൂർണ്ണ മുലയൂട്ടൽ, 2 വയസ്സ് വരെയും അതിനപ്പുറവും അനുബന്ധ ഭക്ഷണത്തോടൊപ്പം തന്നെ മുലയൂട്ടൽ തുടരേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ്, അമ്മയ്ക്കും കുഞ്ഞിനും ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെല്ലാം ലളിതമായ ഭാഷയിലും ആകർഷകമായ ചിത്രങ്ങളോടെയും ഈ പറയുന്ന പോസ്റ്ററിൽ ഉൾപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശമാണ് നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ പോസ്റ്ററുകളൊക്കെ തന്നെ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയും പോസ്റ്ററിലെ സന്ദേശങ്ങൾ വിശദീകരിച്ച് ചെറിയ ബോധവൽക്കരണ ക്ലാസ് കൂടെ നിങ്ങൾക്ക് ഇനിയുള്ള 7 ദിവസക്കാലങ്ങളിൽ ഏത് സമയമാണോ എല്ലാവരെയും നിങ്ങൾക്ക് കൂടെ കിട്ടുന്നത് ആ സമയം നിങ്ങൾക്ക് ഈ പോസ്റ്ററുകൾ കാണിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ചുരുക്കം അവരിലേക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ്സായിട്ട് സംഘടിപ്പിക്കാവുന്നതുമാണ്. പ്രവർത്തനത്തിൻ്റെ ഫോട്ടോകളും ആവശ്യമായ രേഖകളൊക്കെ തന്നെ റിപ്പോർട്ടിങ്ങിനായി സൂക്ഷിച്ച് വെക്കണം. അതെല്ലാം ബ്ലോക്കിലേക്ക് അയച്ചു കൊടുക്കുകയും വേണം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഓഗസ്റ്റ് മാസം 3-ാം തീയതി മുലയൂട്ടൽ വാരാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3-ാമത്തെ പ്രവൃത്തി ദിനം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാട്സപ്പിലേക്ക് അയക്കുന്നൊരു സന്ദേശം എങ്ങനെയാണ് എന്നുള്ളത് കൂടെ നമ്മൾ ഈ കമൻറ്റ് ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മാത്രം മതി. നിങ്ങൾ അംഗൻവാടിയുടെ പേര് അതിൽ ലേബിൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പോഷക ഭാഷ എന്ന വാട്സപ്പ് ചാനലിലേക്ക് കൂടി നമ്മൾ ടെക്സ്റ്റായിട്ട് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്ത ടീച്ചേഴ്സിന് കിട്ടില്ല, ഫോളോ ചെയ്തവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. ആ പോഷക ഭാഷ വാട്സപ്പ് ചാനലിലെ ലിങ്ക് കൂടെ നമ്മളിതിലേക്ക് കൊടുക്കുന്നുണ്ട്. കൃത്യമായി അത് ക്ലിക്ക് ചെയ്ത് അതിലേക്കൊരു അംഗമായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. മുടക്കം കൂടാതെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്